പി.വി. അൻവർ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് അൻവർ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ സ്വീകാര്യത കിട്ടുമായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് വലിയ സ്വീകാര്യതയായിരുന്നു പി.വി. അൻവർ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും കരുതി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ പുതിയൊരു പാർട്ടി വരാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പി.വി. അൻവർ പ്രകോപിതരാണ്. അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് UDF നേതൃത്വം ഭയക്കേണ്ടതുണ്ട്. ഭരണം കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതല്ലെങ്കിൽ പ്രവീൺ കുമാറിനെ ശാസിക്കണം. അടിയന്തരമായിട്ട് തന്നെ KPCC പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് താങ്കളുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് പറയാം. നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂര് മണ്ഡലത്തിലുള്ള തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായി ആഞ്ഞടിച്ച് പി വി അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മളൊരു 2 ദിവസം മുന്നേ അൻവറിൻ്റെ മടങ്ങിവരവും അദ്ദേഹം ഇത്രയും കാലം എന്തേ നിശബ്ദനായിരുന്നു എന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ സംശയത്തിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ ഇപ്പോൾ തന്നിരിക്കുകയാണ്. ചേർത്ത് നിർത്തേണ്ടവർ തന്നെ ചതിച്ചപ്പോൾ അല്ലെങ്കിൽ അവരാൽ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് താൻ മനഃപൂർവ്വം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് തന്നെ അവിടെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസോ UDFുമായി ചേർന്ന് നിൽക്കുന്നവരൊക്കെയോ തന്നെ തോൽപ്പിക്കാനായി എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പ്രധാനമായും അന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെയും പുനഃസംഘടന കഴിയാത്തതുകൊണ്ട് ഇപ്പോഴത്തെയും കോഴിക്കോട് DCC സെക്രട്ടറിയും MLA ആയ പ്രവീൺ കുമാറിനെതിരെയൊക്കെയാണ് ഒളിയമ്പുകൾ അൻവർ എറിയുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അൻവർ ചതിക്കപ്പെട്ടോ കോൺഗ്രസിനാൽ? പ്രവീൺ കുമാർ DCC സെക്രട്ടറി, DCC പ്രസിഡന്റാണ് അദ്ദേഹം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പി.വി. അൻവർ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് അൻവർ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ സ്വീകാര്യത കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനകത്ത് ഏറെ സ്വീകാര്യതയും പരിഗണനയും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് ഈ പി.വി. അൻവർ എന്ന് പറയുന്നത്. പക്ഷേ ആ പി.വി. അൻവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തൻ്റെ എന്തോ ഒരു കാര്യം സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ രീതിയിൽ പിണറായിസവും മരിമോനിസവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തു നിന്നും പടിയിറങ്ങുന്നത്. പിന്നീട് നമ്മൾ പി.വി. അൻവറിനെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിട്ടാണ്. അതായത് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ എല്ലാ ലെവലും കഴിഞ്ഞിട്ട് ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ ADGP ആയിട്ടുള്ള അജിത് കുമാറിനെയൊക്കെ അതിശക്തമായിട്ട് എതിർക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് മാധ്യമ പ്രവർത്തകർ എത്തുകയും ദൈനംദിനം, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷത്തിനോ പോലും കിട്ടാത്തത്ര മീഡിയ സ്പേസ് പി.വി. അൻവറിന് കിട്ടിയിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് വലിയ സ്വീകാര്യതയായിരുന്നു പി.വി. അൻവർ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും കരുതി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ പുതിയൊരു പാർട്ടി വരാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ ഇത് നിലപാടുകൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരാളൊരു പാർട്ടി വിടുന്നു, അല്ലെങ്കിൽ ഒരു മുന്നണി വിടുന്നു, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിനുശേഷം എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് DMK-യിൽ ചേരാൻ വേണ്ടി പോയി. DMK-യിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ വേണ്ടി പോയി. പിന്നെ സ്വന്തമായിട്ട് പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. എത്രയെത്ര ആളുകൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള TMCയുടെ കേരള യൂണിറ്റിലേക്ക് വന്നു. എന്നാൽ ഇന്ന് ആ നേതാക്കന്മാരെല്ലാം അനാഥരായിട്ട് നിൽക്കുമല്ലേ? ഇദ്ദേഹം എവിടെയാണ്? ഈ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഇദ്ദേഹം തിരിച്ചു വരികയാണെന്നുള്ളതാണ്. കാരണം UDF നേതൃത്വത്തോട് അതിശക്തമായ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ പി.വി. അൻവർ പ്രകോപിതനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പി.വി. അൻവർ പ്രകോപിതനാണ്. അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് UDF നേതൃത്വം ഭയക്കേണ്ടതുണ്ട്. ഭരണം കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിശക്തമായ ആരോപണങ്ങൾ ഇനി പി.വി. അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് UDFന് നേരെ ഉണ്ടാവും. ഇന്നലെ പ്രവീൺ കുമാർ MLA-മാരുടെ യോഗത്തിൽ വെച്ചിട്ടാണ് ഇതേ രീതിയിലൊരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. പ്രവീൺ കുമാറിനെ സംബന്ധിച്ചിട്ട് പലപ്പോഴും അദ്ദേഹം കയ്യിൽ നിന്ന് ഇത്തിരി കൂടുതൽ എടുത്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാടകീയതയൊക്കെ ചേർത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. 13 സീറ്റുകളും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. 100% വിജയം ഉണ്ടാകും എന്നാണ് ഞാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന VD സതീശനോട് പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം തട്ടിവിടുന്നുണ്ട്. അദ്ദേഹം വമ്പ് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു പോയതാണ്. കാരണം താൻ DCC പ്രസിഡന്റായിട്ടിരിക്കുന്ന കാലിക്കട്ട് ജില്ലയ്ക്കകത്ത് എല്ലാ സീറ്റുകളും നേടാനായിട്ട് പ്രാപ്തിയുള്ള ഒരു പാർട്ടിയെ സംവിധാനത്തെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞതാണ്. എന്നാൽ പറയാൻ പാടില്ലാത്ത ഒന്നാണ്, 13 സീറ്റുകളിലും വിജയിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് നമ്മൾ തോറ്റുപോകാനായിട്ടുള്ള കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നമാണ്. അവിടെ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്നോ ആരെങ്കിലും മത്സരിക്കുകയായിരുന്നെങ്കിൽ ആ സീറ്റ് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പ്രവീൺ കുമാറിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്. തികച്ചും മോശമല്ല ആ പ്രസ്താവന. അദ്ദേഹം ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ബേപ്പൂർ മത്സരിച്ച പി.വി. അൻവറിൻ്റെ കർണത്തടിക്കുന്നതിന് തുല്യമല്ലേ അത്? ഒരേ സമയം തന്നെ അദ്ദേഹം DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അവിടെ മത്സരത്തിനിറങ്ങുന്നത്. അവിടെ UDFന്റെ ജില്ലാ ചെയർമാനും കൺവീനറും ഒക്കെ ഉണ്ടാവും. എങ്കിൽ തന്നെയും ഒരു DCCയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അത് മനസ്സിലാക്കണ്ടേ? എത്രയോ പ്രാവശ്യം പ്രവീൺ കുമാർ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാദാപുരത്തെ ഇദ്ദേഹം മത്സരിച്ച് തോറ്റില്ലായിരുന്നോ? അപ്പോൾ തോറ്റിട്ടുള്ള ആളുകൾ തന്നെ ഒരു പ്രാവശ്യം തോറ്റ ആളെ കളിയാക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രവീൺ കുമാറൊക്കെ ഒരുപാട് പ്രാവശ്യം തോറ്റിട്ടുണ്ട്.
ഇതൊരു മൂവ്മെന്റ് ആയിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ LDF സർക്കാരിനെതിരായിട്ടുള്ളൊരു പൊതുവികാരം ഇവിടെ സൃഷ്ടിച്ചെടുത്തിരുന്നു. ആ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ രീതിയിലുള്ള വലിയ ഒരു ഒഴുക്ക് നടന്നത്. ഇതൊരു സുനാമി എന്ന് പറയാൻ പറ്റുള്ളൂ. ആ സുനാമിയിലാണ് പലരും തോറ്റുപോയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഒരു അവകാശവാദം എന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രവർത്തന ഗുണം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം KC വേണുഗോപാൽ ഒരു വർഷത്തിന് മുമ്പ് തുടങ്ങി തന്നെ ഈ കേരളത്തിലെ UDFന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ഏകോപിപ്പിച്ചിരുന്നു. കൃത്യമായ രീതിയിൽ കാണേണ്ടവരൊക്കെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ, ഇവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇവിടെ PV അൻവർ എന്ന് പറയുന്ന ഒരു നിസ്സാരക്കാരനായിരുന്നില്ല. ഇപ്പോഴും പറയുന്നു, PV അൻവറാണ് UDFന് ഇതേ രീതിയിൽ പൊതുസമൂഹത്തിനകത്ത് ഒരു പൊതുബോധം ഉണ്ടാക്കിയത്. അതായത് LDF സർക്കാരിന് ജനങ്ങളെ എതിരാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ഈ പറഞ്ഞ PV അൻവർ എന്ന് പറഞ്ഞത്. PV അൻവർ രാവിലെ തന്നെ ഒരു കുളിച്ചൊരുങ്ങി ഉമ്മറപ്പടിയിൽ വന്നിരുന്ന് മാധ്യമങ്ങളെയാണ് കാണുന്നത്. ഈ മാധ്യമങ്ങളെ കാണുന്നത്, മാധ്യമങ്ങളെല്ലാം ലൈവ് കൊടുത്തു തുടങ്ങുകയാണ്. 1 മണിക്കൂറാണ് ഇദ്ദേഹം തുടർച്ചയായിട്ട് ലൈവ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത് മുഴുവൻ കാണുമല്ലേ. അതായത് കോവിഡിന്റെ സമയത്ത് മുഖ്യമന്ത്രി വൈകിട്ട് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമായിരുന്നു. ആ വാർത്താ സമ്മേളനം കേരളത്തിലെ എല്ലാ ആളുകളും കാണുമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് PV അൻവർ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത്. അത് ജനങ്ങൾക്കിടയിലേക്ക് കയറിയില്ലേ. അപ്പോൾ UDF ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PV അൻവറിനോട് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. PV അൻവറിന്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലെ തെറ്റും ശരിയൊക്കെ അവിടെ നിന്നോട്ടെ. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളിലും ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം പല പല പാർട്ടികളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടി രൂപീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അസോസിയേഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടിയിട്ട് വരെ അദ്ദേഹം കിടഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ഐക്യം എന്നൊക്കെ പറഞ്ഞുള്ള ആശയം കൊണ്ടുവന്നിട്ട് വിവിധ ഇടതുപക്ഷക്കാരെല്ലാം ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അതൊക്കെ പരാജയപ്പെട്ടു പോയി. ഒരു പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സാമ്പത്തികം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാമ്പത്തികം കയ്യിലില്ലാതെ ഒരു പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ PV അൻവറിനെ പോലെയുള്ള ഒരു നേതാവ് അതിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം എന്തുകൊണ്ടോ പല കാര്യങ്ങളിൽ നിന്നും പിൻവലിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബേപ്പൂർ അദ്ദേഹത്തിന് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അദ്ദേഹം വിജയിക്കുമെന്ന്. ബേപ്പൂർ അദ്ദേഹം വിജയിച്ചാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാം. PV അൻവർ ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ ബേപ്പൂരിന് ഞാനൊരു സമ്മാനം നൽകുമെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ ബേപ്പൂരിൽ പ്രസംഗിച്ചത്. ഇന്ന് PV അൻവർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത് എന്താണ്? താൻ ജയിച്ചിരുന്നുവെങ്കിൽ മന്ത്രിയാകുമായിരുന്നു. താൻ മന്ത്രിയാകുന്നതിനെ ചില കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ചില ആളുകൾ ഭയപ്പെട്ടിരുന്നു. ഈ ഇപ്പോൾ പറഞ്ഞ 12 പേര് വിജയിച്ചിട്ടും കോഴിക്കോട് നിന്ന് മന്ത്രി ഏതെങ്കിലും മന്ത്രി ഉണ്ടോ? T സിദ്ദിഖിനെ അവിടെ നിന്ന് മന്ത്രിയാക്കിയിട്ടുള്ളൂ. T സിദ്ദിഖ് ജയിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? വയനാട്ടിൽ നിന്നല്ലേ. അതല്ലാതെ വേറെ മന്ത്രിമാരൊന്നും അവിടെ നിന്നില്ലല്ലോ. മുസ്ലിം ലീഗ് മന്ത്രിമാരുണ്ട്? ഇല്ല. അടുത്തൊരു ടൈമിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ വേറെ മന്ത്രിമാരില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ PV അൻവർ ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നുവെങ്കിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പരാജയം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. അപ്പോൾ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രവീൺ കുമാറിന്റെ ഇന്നത്തെ ഈ വായ്ത്താളം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാവും. ഇനി PV അൻവറിനെ സംബന്ധിച്ചിട്ട് പറയാനൊരു കാരണമുണ്ട്. തന്നെ ചതിക്കുകയായിരുന്നു. അതായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നു എന്ന്. മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചെങ്കിൽ വിജയിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അദ്ദേഹത്തിന് വായി തോന്നിയതൊക്കെ പറയാം. ഒരാൾക്കും അദ്ദേഹത്തെ എതിർക്കാൻ പറ്റത്തില്ല. അതല്ല, മറിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് UDF നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും വിമർശനവുമായിട്ട് വരികയാണെങ്കിൽ പറയാമായിരുന്നു, ഞങ്ങൾ PV അൻവറിനെ സംരക്ഷിച്ചു, PV അൻവറിനെ ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകി, ഇതൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു നിൽക്കും? അൻവറിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഒരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അവരെ കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കടന്നാക്രമിക്കുന്നത് മാത്രമല്ല, അവരുടെ കുണ്ടലി എടുത്തുകൊണ്ട് വരും. കുണ്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനനം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം തപ്പിയെടുത്തുകൊണ്ട് വരും. നമ്മൾ കണ്ടതല്ല, എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് UDF നേതൃത്വം ഇനി തയ്യാറായിക്കൊള്ളുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അതല്ലെങ്കിൽ പ്രവീൺ കുമാറിനെ ശാസിക്കണം. അടിയന്തരമായിട്ട് തന്നെ KPCC പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് താങ്കളുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് പറയാം. ഇത് പറഞ്ഞിരിക്കുന്ന MLA-മാരുടെ സ്വീകരണ യോഗത്തിലാന്നേ. അത്രയും MLA-മാർ അവിടെ ഇരിക്കുന്ന സമയത്താണ്. വായ്ത്താളം അടിച്ചു തന്നെയാണ്, വമ്പ് പറഞ്ഞതാണ്. പക്ഷെ വമ്പ് പറഞ്ഞത് ഇതേമാതിരിയുള്ള ഒരു അബദ്ധമായിട്ട് തീരുമെന്ന് ആരെങ്കിലും കരുതിയോ? അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PV അൻവർ ഉടൻ മടങ്ങിയെത്തും. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ്താവനകൾ നടത്തിയ നേതാക്കന്മാരൊക്കെ ഒരുങ്ങിയിരിക്കുക. പ്രവീൺ കുമാറിൻ്റെയൊക്കെ എന്താകും അവസ്ഥ എന്നുള്ളത് PV അൻവർ കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്കിനി പറയാൻ സാധിക്കൂ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ നമുക്കൊരു അഭിപ്രായമായിട്ട് പറയാൻ സാധിക്കൂ.